അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. സൂറ അൻ-നിസായിലെ 24-ാമത്തെ ആയത്ത് തൊട്ട് 135-ാമത്തെ ആയത്ത് വരെയാണ് 5-ാമത്തെ ജുസിൽ വരുന്നത്. നേരത്തെ 4-ാമത്തെ ജുസിൻ്റെ അവസാന ഭാഗത്ത് സൂറ നിസായിലെ ആദ്യത്തെ 23 ആയത്തുകളുണ്ടായിരുന്നു. അവിടെ അനന്തരാവകാശ നിയമം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട യതീമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് വൽ മുഹ്സനാത്തു മിനന്നിസായി എന്നുള്ള ആയത്ത് തൊട്ട് തുടങ്ങുന്നത്. വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത്. വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ ഭാര്യമാർ നിഷിദ്ധമാണ് എന്ന് പറയുന്ന വൽ മുഹ്സനാത്തു മിനന്നിസായി എന്നുള്ള ആയത്ത് തൊട്ടാണ് തുടങ്ങുന്നത്. വിവാഹം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിനൊരുങ്ങുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് ഇതിൽ പറയുന്ന 24-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത് ഗൈറ മുസാഫിഹിൻ. 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ മഹർ കൊടുക്കണം, വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം. രണ്ടാമത്തത് ഫാത്തുഹുന്ന ഉജൂറഹുന്ന ഫരീല എന്ന് പറഞ്ഞിട്ട് മഹർ കൊടുക്കണം എന്നുള്ള. 2-ാമത്തെ കാര്യം പറയുന്നത് ഗൈറ മുസാഫിഹീൻ എന്നാണ്. നിങ്ങളെന്തെങ്കിലും ഒരു അവിഹിതം ആഗ്രഹിച്ചിട്ടൊന്നും ആകരുത്, അല്ലെങ്കിൽ സ്ത്രീകളെ വെറുതെ ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ആകരുത് എന്നുള്ളതാണ്. മാത്രമല്ല അവരെ രഹസ്യമായിട്ട് വെക്കാനോ അങ്ങനെയൊന്നും അല്ല ഒരു സ്ത്രീയെ തേടേണ്ടത്. നല്ല രീതിയിൽ കല്യാണം കഴിച്ച് മഹർ കൊടുത്ത് അവരെ ഭാര്യമാരായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഫെയർ ആയിട്ടുള്ള രീതി. ഇനി അങ്ങനെ സ്വതന്ത്ര സ്ത്രീകളെ കല്യാണം കഴിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടിമകളെ കല്യാണം കഴിക്കാം. അവരുടെ ഉടമയുടെ സമ്മതത്തോടു കൂടെ അടിമകളെ കല്യാണം കഴിക്കാം. അപ്പോഴും 2 കാര്യം അവിടെ പറഞ്ഞു. ഒന്ന്, അവരുടെ മഹർ കൊടുക്കണം. 2-ാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈറ മുസാഫിഹീൻ. നിങ്ങൾ അടിമ സ്ത്രീകളെ അന്വേഷിക്കുന്നത് കല്യാണം കഴിച്ച് ഭാര്യമാരായിട്ട് കൂടെ നിർത്താൻ തന്നെയായിരിക്കണം. അല്ലാതെ നിങ്ങളത് ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലക്കല്ല, ഒരു രഹസ്യ വീഴ്ചക്കാരി ആയിട്ട് കൊണ്ടു നടക്കാൻ അങ്ങനെയൊന്നുമല്ല. അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മഹർ കൊടുത്തുകൊണ്ട് ആണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നേരത്തെ ശിക്ഷയുടെ കാര്യം പറഞ്ഞിരുന്നു. സ്ത്രീകളുടെ വിഷയം പറഞ്ഞപ്പോൾ വ്യഭിചാരോപണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സാക്ഷികളെ വേണം എന്നൊക്കെ നേരത്തെ ജുസിൽ പറഞ്ഞിരുന്നു. ഇവിടെ അടിമ സ്ത്രീയുടെ വിഷയത്തിൽ പറയുന്നത് അവരിൽ അങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടായി അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ സ്വതന്ത്ര സ്ത്രീകളുടെ ശിക്ഷയുടെ പകുതിയാണ് എന്ന് കൃത്യമായിട്ട് പറയാണ്. ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ്. ശിക്ഷയുടെ പകുതി, സ്വതന്ത്ര സ്ത്രീകളുടെ ശിക്ഷയുടെ പകുതിയാണ് അവർക്ക് കൊടുക്കുന്നത്. സ്വതന്ത്ര സ്ത്രീക്ക് 100 അടിയാണെങ്കിൽ അടിമ സ്ത്രീക്ക് 50 അടി. അതോടൊപ്പം അല്ലാഹു തആല തൗബയാണ് ഉദ്ദേശിക്കുന്നത് എന്നും ദേഹേച്ഛക്ക് അടിമപ്പെടുന്ന ആളുകൾക്ക് ഈ ജുസിൽ പറയുന്നൊരു പ്രധാന കാര്യം അതാണ്. ദേഹേച്ഛക്ക് അടിമപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്, മറ്റുള്ളവരെ തെറ്റിക്കുകയും കൂടി ചെയ്യുകയാണ്. അള്ളാഹു തൗബയാണ്, അള്ളാഹു വേഗം അടിമയെ സ്വീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പോളിസി. മാത്രമല്ല അള്ളാഹു ഭാരം കുറച്ച് തരാനാണ് ആഗ്രഹിക്കുന്നത്. ഖുലിക്കൽ ഇൻസാനു ലഈഫ എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ലൈഫായിട്ടാണ്. അതുകൊണ്ട് ദേഹേച്ഛക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാരം ചുമക്കലാണ്. അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാരം ലഘൂകരിച്ച് യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങളിൽ നിന്നും ഭാരത്തെ ലഘൂകരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ദേഹേച്ഛക്ക് അടിമപ്പെടുന്നവർ ഭാരം പേറുകയാണ് ചെയ്യുന്നത്. അള്ളാഹു തൗബയാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുശേഷം ധനത്തിൻ്റെ വിഷയം പറയാണ്. ധനം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യായമായിട്ട് അപഹരിക്കരുത്. കച്ചവടത്തിലൂടെ ഒരാളുടെ ധനം മറ്റൊരാളുടെ കയ്യിൽ വരിക എന്നല്ലാതെ മറ്റൊരു രീതിയിലും അക്രമത്തിലൂടെ ധനം നിങ്ങൾ കൈക്കലാക്കരുത്. മാത്രമല്ല ധനസമ്പാദനം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ കല്യാണം കഴിച്ചതാണെങ്കിൽ അവന് നിർബന്ധമാണ്. ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ, കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധനസമ്പാദനം പുരുഷന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പുരുഷൻ നിർബന്ധമായിട്ട് ധനം സമ്പാദിക്കേണ്ടതുള്ളത് കൊണ്ട്, ധനം അവർക്ക് വേണ്ടി ചെലവഴിക്കൽ നിർബന്ധമായതുകൊണ്ടും, ശാരീരികമായിട്ട് ഫളീലത്ത് പുരുഷന് നൽകപ്പെട്ടതുകൊണ്ടും. ഫളീലത്തിൻ്റെ വിഷയം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഫളീലത്ത് പലപ്പോഴും കമ്പാരബിൾ അല്ല. നബിമാർക്ക് ഫളീലത്തുണ്ട്. ഒരാൾക്ക് കൊടുത്ത ഫളീലത്തല്ല മറ്റൊരു നബിക്ക് കൊടുത്തിരിക്കുന്നത്. ഫളീലത്തിൻ്റെ വിഷയത്തിൽ പല നബിമാരും പല ഫളീലത്തുള്ള ആളുകളാണ്. ഫളൽന ബഅലഹും അലാ ബഅൽ എന്നതാണ് ഖുർആൻ പറഞ്ഞത്. ഇവിടെയും സ്ത്രീ പുരുഷന്മാരുടെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീക്ക് ഫളീലത്തുണ്ട്, സ്ത്രീക്ക് ശ്രേഷ്ഠതകളുണ്ട്, പുരുഷൻ്റെ ശ്രേഷ്ഠതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. അപ്പോൾ ധനം സമ്പാദിക്കേണ്ടതും ചെലവഴിക്കേണ്ടതും പുരുഷനായതുകൊണ്ടും ശാരീരികമായ മികവ് എന്ന് പറയുന്ന സമൂഹത്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു മേന്മ പുരുഷനുള്ളത് കൊണ്ടും പുരുഷൻ പ്രൊട്ടക്ടറാണ്, സ്ത്രീയുടെ പ്രൊട്ടക്ടറാണ് എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്.
സ്ത്രീയാണ് അരിജാലു ഖവ്വാമൂന അല നിസാ, സ്ത്രീകളുടെ പ്രൊട്ടക്ടറാണ്, അവരെ സംരക്ഷിച്ച് നിർത്തേണ്ട ചുമതലയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നുഷൂസ് വലിയ അർത്ഥമുള്ളൊരു വാക്കാണ്. അത് അവിഹിത ബന്ധമാകാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള തെറ്റലുകളും പിരിയലുകളൊക്കെ ആകാം. അങ്ങനത്തെ ഒരു നുഷൂസ് ഭാര്യയിൽ നിന്നുണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഭാര്യയെ കൈവെക്കുന്ന ഒരു സമൂഹത്തോട് അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ഇവിടെ വരുന്ന അങ്ങനെ നുഷൂസുകൾ ഭയപ്പെടുകയാണെങ്കിൽ ഫഇലൂഹുന്ന, അവർക്ക് വയല് പറയണം, അവരോട് ഉപദേശങ്ങൾ നൽകണം. വഹ്ജുറുഹുന്ന ഫിൽ മലാജി, കിടപ്പറയിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ അവരെ ബഹിഷ്കരിക്കണം. ഇവിടെ വാവ് കൊണ്ട് പറയുന്നൊക്കെ ഓരോ ഘട്ടങ്ങളാണ്. ആദ്യം ഇങ്ങനത്തെ എന്തെങ്കിലും നുഷൂസ് ഉണ്ടെങ്കിൽ, അവർക്ക് മറ്റു ബന്ധങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ എടുക്കേണ്ട ആക്ഷൻ അവരെ അടിക്കുകയോ അവരെ പുറത്താക്കുകയോ ഒന്നുമല്ല. അതാണ് ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഡീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് സതുപദേശം നടത്തുക എന്നുള്ളതാണ്. സതുപദേശത്തിൻ്റെ ഘട്ടത്തിൽ കഴിഞ്ഞിട്ട് അത് ഫലപ്രദമല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. കിടപ്പറ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് പിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇനി അതും അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിന് ശേഷവും നുഷൂസ് തുടരുകയാണെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലാണ് വലരിബുഹുന്ന, അവരെ അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വലരിബുഹുന്ന അവരെ അടിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭാര്യയെ അടിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ആയത്തിൻ്റെ താല്പര്യമാണ്. അടിക്കണമെന്ന് പറയുന്നതിൻ്റെ സ്പിരിറ്റ് എന്താണ്? അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഫങ്കിഹു മാ താവലക്കും മിനൻ നിസാഇ മത്നാ സുലാസ വറുബ, 2, 3, 4 വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അനാഥയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, അതായത് അനാഥകളെ കല്യാണം കഴിച്ച് അവരെ നിങ്ങൾ ഉപദ്രവിക്കുകയോ അവരുടെ ധനം നിങ്ങൾ അപഹരിക്കുകയോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ വിട്ടേക്ക് നിങ്ങൾ വേറെ സ്ത്രീകൾ 2, 3 ഒക്കെ കഴിച്ചോളൂ എന്ന് പറയുന്നത് അനാഥ സംരക്ഷണത്തെ എംഫസൈസ് ചെയ്യാനാണ്, 2, 3 കല്യാണം കഴിക്കാനല്ല. അതുപോലെ തന്നെ വഖദ്ദിമൂലി അംഫുസിക്കും എന്ന് പറയുന്ന ആയത്തിൽ സൂറ ബഖറയിൽ തന്നെ നിങ്ങളെ ഹർത്തിലേക്ക്, കൃഷിയിടത്തിൽ ഇഷ്ടം പോലെ പ്രവേശിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അവിടെയും ഇഷ്ടം പോലെ പ്രവേശിക്കാനല്ല പറയുന്നത്. എന്ന പോലെ തന്നെ വലരിബൂഹുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചോളൂ എന്നാണെങ്കിലും അടിക്കാനല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ അടിക്കരുത് എന്നും, അഥവാ അടിക്കുക എന്നുള്ളതാണെങ്കിൽ കർച്ചീഫ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുള്ള ചെറിയ ഒരു വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അടിയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആയത്തിൻ്റെ താല്പര്യം അതായതുകൊണ്ടാണ്. അതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കേണ്ടവരുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾ, ഇഹ്സാനോടുകൂടെ വർത്തിക്കേണ്ടത് മാതാപിതാക്കൾ, ദുൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ. മാതാപിതാക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ളവർ, ഉറ്റ ബന്ധുക്കൾ. അത് കഴിഞ്ഞിട്ട് യത്തീമുകൾ, മിസ്കീന്, അടുത്ത അയൽവാസികൾ, അകന്ന അയൽവാസികൾ, യാത്രക്കാർ, പ്രത്യേകമായിട്ടുള്ള ഇഹ്സാൻ ആവശ്യമുള്ള ആളുകളാണ് യാത്രക്കാർ, അന്യനാട്ടിൽ നിന്ന് വരുന്ന അതിഥികളായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ അടിമകൾ, ഇവരോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം. അപ്പോൾ ഈ ലിസ്റ്റിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം ഉറ്റബന്ധുക്കളോടൊപ്പം ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് അടിമകളും വഴിയാത്രക്കാരും അയൽവാസികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവരോടൊക്കെ നല്ല രീതിയിൽ വർത്തിക്കണം. നല്ല രീതിയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യുക എന്നതോടൊപ്പം, അവർക്ക് പല രീതിയിലുള്ള ഗുണം ചെയ്യുക എന്നതോടൊപ്പം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ നന്മയില്ലെങ്കിൽ, ഇഹ്സാനില്ലെങ്കിൽ ഗുണം ചെയ്യുന്നത് തന്നെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. രഹസ്യമായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരെ ഉപദ്രവിക്കുകയായിരിക്കും ചെയ്യുക. അതുപോലെ കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ ആളുകളെ കാണിക്കാൻ, ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. മാതാപിതാക്കൾക്കാണെങ്കിലും അടിമകൾക്കാണെങ്കിലും അതുപോലെ അയൽവാസിക്ക് കൊടുക്കുകയാണെങ്കിലൊക്കെ ഞാൻ കൊടുക്കുന്നവനാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും നന്മയില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അള്ളാഹു പറയുന്നത് അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ എന്നാണ്. അതായത് ഈ നന്മ ചെയ്യാതിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത് പിശുക്കന്മാരെന്നാണ്. മുനാഫിക്കുകളെക്കുറിച്ച് പറയുന്നത് പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അല്ലദീന യബ്ഖുലൂന എന്നാണ്. പിശുക്ക് കാണിക്കുകയും പിശുക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നവരെന്നാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറഞ്ഞത് വല്ലദീന യുംഫിഖൂന അംവാലഹും റിആ അന്നാസ് എന്നാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്ന ആളുകൾ. അപ്പോൾ പിശുക്ക്, ആളുകളെ കാണിക്കാൻ ചെയ്യുക, ഇതൊക്കെയാണ് ഇഹ്സാനില്ലായ്മ. ഇങ്ങനെ ഇഹ്സാനിൽ നിന്ന് ഉമ്മത്ത് അകന്നു പോകുമെന്നും നിഫാഖുള്ള മുനാഫിക്കുകളായ ആളുകൾ അതിലേക്ക് വരുമെന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് താങ്കളെ തന്നെ ഇവർക്കെതിരെ സാക്ഷി നിർത്തുന്ന സന്ദർഭം അതിവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട്. പിന്നെ നിസ്കാരം അതുപോലെ മസ്ജിദിലേക്ക് വരിക എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമാണ്. പക്ഷേ നിസ്കാരത്തിന് നല്ല ബുദ്ധി വേണം, നല്ല ബോധം വേണം, ബോധത്തോടെ നിസ്കരിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ വൃത്തി വേണം, ശുദ്ധി വേണം. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നത് ലഹരിയോടാകരുത് എന്ന് പറയുന്നുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ വലിയ ശുദ്ധിയുള്ള ആളുകൾ
അവർ ശുദ്ധിയായിട്ട് കുളിച്ചിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. ഇനി അതേസമയം രോഗികളാണെങ്കിൽ, യാത്രക്കാരാണെങ്കിൽ അവർക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളം കണ്ടെത്താത്ത ആളുകൾ, വെള്ളമില്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ അള്ളാഹു ഇളവ് കൊടുക്കുകയാണ്. രോഗിയോട് അള്ളാഹു അടുത്ത് നിൽക്കുകയാണ്, യാത്രക്കാരനോട് അള്ളാഹു അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹു അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇളവുകളാണ്, അവർക്ക് ശരീഅത്തിൽ ഒരുപാട് ഇളവുകളാണ്. അള്ളാഹു അടുത്ത് നിൽക്കുന്നത് കാരണം അള്ളാഹുവിനെ ഓർക്കുന്നത് കൂടും, അതുകൊണ്ട് നിസ്കാരം ജമ്മ് ചെയ്യാം. അതുപോലെ രോഗിക്ക് ഇളവുകളുണ്ട്, രോഗിയോട് അള്ളാഹു അടുത്ത് നിൽക്കുന്നതാണ്. എപ്പോഴും പണിയിൽ എൻഗേജ്ഡ് ആകുന്ന ആളുകൾ, അങ്ങനെ ഒഴിവ് സമയം എന്ന് പറയുന്നത് ആളുകൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. ആരോഗ്യ സമയം എന്ന് പറയുന്നത് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ രോഗാവസ്ഥ അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുന്ന അവസരമാണ്. കൂടുതൽ ടൈം എൻഗേജ്ഡ് ആകുക, യാത്ര പോവുക, ഇതൊക്കെ ആളുകൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യതയുള്ള സമയമാണ്. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ സാധ്യതയുള്ള സമയത്ത് അതുകൊണ്ട് തന്നെ ശരിയാ നിയമങ്ങളിൽ ഇളവുകളും അള്ളാഹു നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഉമ്മത്ത് വഴിതെറ്റുന്നത് ആരെ പിന്നാലെ പോയിട്ടാണ് എന്നുള്ളത് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിഫാഖിൽ അകപ്പെടുന്നത് ഓൾറെഡി മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ പിൻപറ്റിയിട്ടാണ്, അവരെ ഔലിയായിട്ട് സ്വീകരിച്ചിട്ടാണ്, മോമിനുകളെയാണ് ഔലിയായിട്ട് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു അലമു ബി അദായിക്കും, നിങ്ങളുടെ ശത്രുവിനെ കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അവരെക്കുറിച്ച് അള്ളാഹു അടുത്ത ആയത്ത് പറയുന്നത് മിനല്ലദീന ഹാദു യുഹരിഫൂനൽ കലിമാൻ മവാലി, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് വാക്യങ്ങൾ അടർത്തുന്ന യഹൂദരായ ആളുകളാണ്, അവരുടെ കിതാബിനെ വളച്ചൊടിക്കുന്ന ആളുകൾ. അതോടൊപ്പം അവരെക്കുറിച്ച് ഒരുപാട് കിതാബുകൾ നൽകപ്പെട്ടവരാണ്, ഒരു നസീബു മിനൽ കിതാബ്, ഒരുപാട് കിതാബുകൾ നൽകപ്പെട്ടവരാണ് എന്നും അവർ ചെയ്യുന്ന ഷിർക്ക്, സ്വയം പരിശുദ്ധരാണെന്ന് ധരിക്കൽ, അതുപോലെ മന്ത്രവിദ്യകളെയും പിശാചുക്കളെയൊക്കെ സമീപിക്കൽ, ഈ സംഗതിയും അലന്തറ ഇലല്ലദീന ഊത്തു നസീബ മിനൽ കിതാബ്, കിതാബിൽ നിന്ന് നല്ലൊരു വിഹിതം നൽകിയ, ഒരുപാട് കിതാബുകൾ നൽകിയ ആളുകൾ, അവരിപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത് ജിബ്തിനെയും താകൂത്തിനെയൊക്കെയാണ്, മന്ത്രവിദ്യകളെയും അതുപോലെ പിശാചുക്കളെയൊക്കെയാണ് അവരിപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹുവിനെ വിട്ടിട്ട് ഇങ്ങനത്തെ ആളുകളിലേക്ക് പോകുന്ന അവരുടെ ഷിർക്കിന് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയുന്നുണ്ട്. ധനത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അന്യായമായിട്ട് നിങ്ങൾ ധനം അപഹരിക്കരുത്, കച്ചവടത്തിലൂടെ മാത്രമേ ഒരാളുടെ ധനം നിങ്ങൾ നേടാവൂ. ഇവിടെ അമാനത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഉമുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിൻ്റെ അഹ്ലുകാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണമെന്നും നിങ്ങൾ വിധി നടത്തുമ്പോൾ നീതിയോടുകൂടെ നടത്തണമെന്നും പറയുന്നുണ്ട്. അത് പറഞ്ഞ ഉടനെ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഊലുൽ അംറുകളെയും അനുസരിക്കണം എന്നാണ്. അള്ളാഹുവിന് ഇത്താഅത്ത് വേണം, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉ റസൂൽ, റസൂലിന് ഇത്താഅത്ത് വേണം, വ ഊലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഊലുൽ അംർ, റസൂൽ നിശ്ചയിച്ച ഊലുൽ അംറുകളുണ്ട്. അവർ രണ്ട് രീതിയിലാണ്, ബാത്തിനായിട്ടുള്ളതും ലാഹിറായിട്ടുള്ളതുണ്ട്. ലാഹിറായിട്ടുള്ള ബാഹ്യമായിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരാളെ അമീറായിട്ടൊക്കെ നിശ്ചയിക്കും, അപ്പോൾ അവരെ ഇത്താഅത്ത് വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിശ്ചയിച്ച ആളുകളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് നിശ്ചയിച്ച ആളുകളെ നിങ്ങൾ അനുസരിക്കണം, യാത്രയിലും എക്സ്പെഡിഷനിലൊക്കെ അവരനുസരിക്കണം. അതുപോലെ ബാത്തിനിയായിട്ടുള്ള ഉലുൽ അംറുകളുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകളുണ്ട്. അത് ഉലമാക്കളാകാം, ആരിഫീങ്ങളാകാം, ഇൽമിൻ്റെ വിഷയത്തിൽ ഉലമാക്കളെ അനുസരിക്കണം. അതുപോലെ ആത്മീയമായ തർബിയത്തിൻ്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ അവരനുസരിക്കണം. അപ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതും അള്ളാഹുവെ ഇത്താഅത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടങ്ങേണ്ടത്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായം എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം അക്രമികളായ ആളുകളാൽ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ബുദ്ധിമുട്ടുകയും അവർ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പോരാടാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായം? വിശ്വാസികളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണെന്നും, എന്നാൽ നിഷേധികളായ ആളുകൾ താഗൂത്തിന്, അള്ളാഹുവിന് എതിര് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ മാർഗ്ഗമാണ് പിൻപറ്റുന്നതെന്നും ഷെയ്ത്താൻ്റെ മാർഗ്ഗമാണ് പിൻപറ്റുന്നത് എന്നും അള്ളാഹു പറയുന്നുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യം വരുമ്പോൾ വിശ്വാസികളുടെ കൂടെയുള്ള മുനാഫിക്കുകളായ ആളുകൾ യുദ്ധത്തിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്നും കൊല്ലപ്പെടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറാണ്. അള്ളാഹു പറയുന്നു ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടും. അത് ഒരു സുരക്ഷിതമായ കോട്ടക്കുള്ളിലാണെങ്കിലും മരണം പിടികൂടും. മാത്രമല്ല അള്ളാഹു ഒരു ആറ്റിറ്റ്യൂഡിനെ ഇവിടെ ഗണ്ണിക്കുന്ന കാണാം, ഒരു സമീപനത്തെ, ഒരു വിശ്വാസത്തെ തന്നെ ഗണ്ണിക്കുന്ന കാണാം. വൈൻ തുസിബുവും അസന യക്കൂലു ഹാദിമിന്നില്ല, എന്തെങ്കിലും ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും അത് അള്ളാഹുവിൽ നിന്നാണ്. വൈൻ തുസിബുവും സയ്യ യക്കൂലു ഹാദിമിൻ ഇന്ദിഖ്, എന്തെങ്കിലും ഒരു തിന്മ ബാധിച്ചു കഴിഞ്ഞാൽ അത് പ്രവാചകൻ കാരണമാണെന്നും പറയും.
അള്ളാഹു പറയുന്നുണ്ട് കുൽ കുല്ലും മിൻ ഇന്ദില്ല, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം തന്നെയാണ്. നന്മ മാത്രമല്ല തിന്മയും അങ്ങനെ തന്നെയാണ്, അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ്. നമ്മളൊരു ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം പറയും അള്ളാഹുവിൻ്റെ വലിയ കാവലുകൊണ്ട് രക്ഷപ്പെട്ടെന്ന്. ആപത്തിലേക്ക് വീഴുന്നതും അള്ളാഹുവിൻ്റെ വിധിപ്രകാരം തന്നെയാണ്. രക്ഷപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കാവലെന്ന പോലെ അതിലേക്ക് പതിക്കുന്നതും അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു ഇവിടെ പറയുന്നുണ്ട് മാസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാ, എല്ലാ ഹസനത്തും അള്ളാഹുവിൽ നിന്നാണ്. വമാസാബക മിൻ സയ്യ ഫമിൻ നഫ്സിക്ക്, നിങ്ങളുടെ സയ്യത്തൊക്കെ ചീത്ത തിന്മകളൊക്കെ നിങ്ങളുടെ നഫ്സ് കൊണ്ടാണ്. നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ നഫ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റാണ് ഒരു സംഗതിയെ ചീത്തയാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതൊക്കെ നന്മയാണ്. അതിനെക്കുറിച്ചുള്ള നമ്മളെ ജഡ്ജ്മെൻറ്റാണ് നന്മ തിന്മ എന്നൊക്കെ ഉള്ളത്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് നമ്മളതിനെ കാണുകയാണെങ്കിൽ, ഒരു സംഗതി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിട്ട് മാത്രമായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, കാണുന്നത് എങ്കിൽ അത് നമുക്ക് നന്മയാണ്. മറിച്ച് നമ്മളുടെ നഫ്സിൻ്റെ കൂടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ് എന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അത് തിന്മയാണ്. അല്ലെങ്കിൽ നഫ്സ് ഒരു നന്മയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ തന്നെ അത് തിന്മയായിട്ട് മാറി. അള്ളാഹു നൽകുന്നു, നമ്മളത് പാസീവ്ലി റിസീവ് ചെയ്യുന്നു. നമ്മുടെ ഒരു റോളും അതിലില്ല എന്നുള്ളതാണ്. നമ്മുടെ റോള് നമ്മൾ കാണുന്ന സമയത്ത് ആ സംഗതി അത് തിന്മയായിട്ട് മാറുകയാണ്. വഖഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അള്ളാഹു ഇനഫാണ്, അള്ളാഹു ധാരാളമാണ്, അള്ളാഹുവിനെയാണ് നമ്മൾ എല്ലാ ചെയ്തിയുടെയും പിന്നിൽ കാണേണ്ടത്. സമൂഹത്തിലുള്ള ഒരു ഫെയർ ഡീലിങ്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അനാഥർ, അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു ഫെയർ ഡീലിങ്ങും അവരുടെ വിഷയത്തിലൊക്കെ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ട്, അതും ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ കാര്യമാണ് അള്ളാഹു പറയുന്നത്. അത് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ സൂചിപ്പിക്കുന്നുണ്ട്. വൈദാ ഹുയ്യത്തും ബി തഹിയത്തിൻ ഫഹയ്യു ബി ഹസനി മിൻഹ ഔ റുദ്ദുഹ, ഒരാൾ നിങ്ങളെ അഭിവാദ്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചും അഭിവാദ്യം ചെയ്യണം. നന്ന ചുരുങ്ങിയത് അതുപോലെയെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കൽ നിർബന്ധമാണെന്നും നല്ല രീതിയിൽ മടക്കൽ സുന്നത്താണെന്നൊക്കെ പറയുന്നത്. അതുവരെ ഉണ്ടാകണം. അത് ഒരു ഫെയർ രീതിയാണ് സമൂഹത്തിൽ വേണ്ടത്. മുഅ്മിനുകളോടുള്ള അപ്രോച്ചും അള്ളാഹു ഇവിടെ എംഫസൈസ് ചെയ്യുന്ന കാണാം. അവരെ മാത്രമാണ് ഔലിയായിട്ട്, ഉറ്റബന്ധുക്കളായിട്ട് ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിക്കാവൂ, മുനാഫിക്കുകളെ സ്വീകരിക്കരുത്. മുനാഫിക്കുകളുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് വിഭാഗക്കാരും ആകാൻ പാടില്ല, രണ്ട് അഭിപ്രായക്കാർ പോലും ആകാൻ പാടില്ല. മാത്രമല്ല മൂമിനെ അബദ്ധത്തിൽ പോലും കൊല്ലരുത്. അങ്ങനെ അബദ്ധവശാൽ മൂമിനെ കൊല്ലേണ്ടി വന്നാൽ, അമങ്കത്തല മൂമിനിൻ ഖത്താൻ, അബദ്ധത്തിലൊരു മൂമിനെ കൊന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തം ഒരു മൂമിനായ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതും കൊല്ലപ്പെട്ട ആളുടെ അഹിലിന്, കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് അതിനുള്ള ഫിദിയ നൽകുക എന്നുള്ളതാണ്. ഇനി മനഃപൂർവ്വമാണ് മൂമിനെ കൊന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ നരകം തന്നെയാണെന്നും അള്ളാഹു പറയുന്നു. അമയക്തുൽ മൂമിനൻ മുതഅമ്മിദൻ ഫജസാഉ ജഹന്നം. മാത്രമല്ല, നിങ്ങളൊരു എക്സ്പെഡിഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരാൾ വന്നിട്ട് മൂമിനാണെന്ന് പറഞ്ഞാൽ തന്നെ അത് മുഖവിലക്ക് എടുക്കണമെന്നും എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നും ഫതബയ്യനു, കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കണമെന്നും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധനം കൊണ്ടും നഫ്സ് കൊണ്ടും ജിഹാദ് ചെയ്യുകയും അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ ചെയ്യുകയും അതിൻ്റെ ഫളീലത്തൊക്കെ അള്ളാഹു പറഞ്ഞിട്ട്, അള്ളാഹു പറയുന്ന ചില ആളുകൾ അവസരം ഉണ്ടായിട്ടും ഹിജ്റയൊന്നും ചെയ്യാതെ അക്രമത്തിന് ഇരയാക്കപ്പെട്ട് ചില നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, മലക്കുകൾ അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരവസ്ഥയിൽ കഴിയേണ്ടി വന്ന് സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന ആളുകളായിട്ട് മാറിയത്? അവർ ക്രമേണ വഴിതെറ്റുകയോ അല്ലെങ്കിൽ കുഫറിലേക്ക് വഴുതിപ്പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരോട് മലക്കുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പോൾ അവർ പറയും, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളായിരുന്നു ഞങ്ങൾ എന്ന് പറയും. അപ്പോൾ മലക്കുകൾ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ്. ഈ കാര്യം പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നുണ്ട്, ഇല്ലൽ മുസ്തദ്അഫീന മിന റിജാലി വന്നിസായി വൽ വിൽദാനി ലാ യസ്തതിഊന ഹീലതൻ വലാ യഹ്തദൂന സബീല. ഒരു മാർഗ്ഗം ഇല്ലാത്ത ആളുകൾ ഒഴികെ ഒരു വിധത്തിലും അവിടുന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്യാനൊന്നും കഴിയാതെ അവിടെ അങ്ങനെ ബന്ധിക്കപ്പെട്ട ആളുകൾ ഒഴികെ, അതിനൊക്കെ അവസരം ഉണ്ടായിരുന്ന ആളുകൾ അങ്ങനെ ഒരു അക്രമത്തിന് ഇരയായി അവസാനം സ്വന്തത്തോട് അക്രമം ചെയ്ത്, അതായത് തെറ്റുകളും ശിർക്കൊക്കെ ചെയ്ത് മരിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ അവരോട് മലക്കുകൾ ചോദിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം അള്ളാഹു പറയുന്നത്, അവനിലേക്ക് ഹിജ്റ ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ യഥേഷ്ടം വിഭവങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നും അള്ളാഹുവിനെ സ്മരിക്കുക എല്ലാ അവസ്ഥയിലും അവസരങ്ങളിലും. യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, യുദ്ധാവസ്ഥയിൽ എങ്ങനെ നിസ്കരിക്കണം. ആ കാര്യം ഒരു വലിയ ആയത്തിൽ തന്നെ ഇവിടെ വിശദമായിട്ട് പഠിപ്പിക്കുകയാണ്. യുദ്ധവേളയിലുള്ള നിസ്കാരം എങ്ങനെ വേണം. എന്നിട്ട് അള്ളാഹു പറയുന്നത്, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാലും ഫൈദാ ഖളൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമ വഖൂദൻ വലാ ജുനൂബിക്കും, ഇരുന്നും കിടന്നും നിന്നും കൊണ്ടൊക്കെ അള്ളാഹുവിന് ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ യുദ്ധാവസ്ഥയൊക്കെ മാറി നിർഭയാവസ്ഥയിലായിരിക്കുമ്പോൾ
നിസ്കാരം എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ മുറപ്രകാരം നിർവഹിക്കുക. നിസ്കാരം അള്ളാഹു പറയുന്നു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത്ത, സമയം നിശ്ചയിച്ച ഒരു നിർബന്ധ ബാധ്യതയാണ് നിസ്കാരം.